നമസ്കാരം. സ്വാഗതം നിലപാടിലേക്ക്. പൊതു തെരഞ്ഞെടുപ്പിൻ്റെ 3 ഘട്ടങ്ങൾ പിന്നിടുമ്പോൾ പരിഭ്രാന്തനായി വർഗീയ താണ്ഡവമാടുന്ന നരേന്ദ്രമോദി BJP നേരിടാൻ പോകുന്ന വലിയ തിരിച്ചടിയുടെ സൂചന മുന്നേ കിട്ടിയ ആളാണോ? ഇനി ഒരിക്കൽ കൂടി മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകില്ലെന്ന് എഴുതി വെച്ചോളൂ എന്ന് പറയുന്ന പതിവ് രീതികളെ മറികടന്ന് മോദി സർക്കാരിനെ കടന്നാക്രമിക്കുന്ന രാഹുൽ ഗാന്ധി സാമ്രാജ്യങ്ങളെ വീഴ്ത്താനാകുമെന്ന പ്രതിപക്ഷാത്മവിശ്വാസത്തിൻ്റെ തെളിവാണ്. 2019 നരേന്ദ്രമോദിയുടെ ഒരു അപ്രമാദിത്വം നമ്മൾ 2024 തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് കാണുന്നില്ല. മോദി ഒറ്റയ്ക്ക് ഒരു വിഷയം തീരുമാനിക്കുകയും മറ്റെല്ലാവരും ഈയാംപാറ്റകളെപ്പോലെ അതിൽ വന്ന് കുരുങ്ങിച്ചാവുകയും ചെയ്യുന്ന നില ഇന്ന് കാണാൻ കഴിയുന്നില്ല. അനുദിനം വ്യത്യസ്തമായ വർഗീയ വിഷയങ്ങളിലൂടെ അജണ്ട ഉറപ്പിക്കാൻ മോദി കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രതിപക്ഷം അവരുടെ വിഷയങ്ങളും ഉറക്കെ സംസാരിക്കുന്നു. ഇത്തവണ അരവിന്ദ് കെജ്രിവാളിനെ പോലെ വിരുദ്ധചേരിയിലെ ഏറ്റവും ശക്തനായ നേതാവിനെ അകത്തിട്ട് പ്രതിപക്ഷത്തെ നിർവീര്യമാക്കാമെന്ന പദ്ധതിയും ഒടുവിലിത പാളുകയാണ്. അത് വിചാരിച്ചതിൻ്റെ വിപരീത ഫലത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുകയാണ്. പുറത്തുവരുന്ന അഭിപ്രായ സർവേകളും മാധ്യമ റിപ്പോർട്ടുകളുമെല്ലാം മോദിയുടെ ഏകപക്ഷീയമായ തേരോട്ടത്തിൻ്റെ കാലമല്ല ഇതെന്ന് പ്രവചിക്കുന്നു. 10 വർഷക്കാലം എതിർശബ്ദങ്ങളില്ലാതെ മോദിയുടെ മടിയിലിരുന്ന മാധ്യമങ്ങൾ ബോസിൻ്റെ വർഗീയ പ്രസംഗങ്ങൾക്കെതിരെ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. ആകെ മൊത്തം അന്തരീക്ഷമാകെ മാറിയ മട്ടാണ് ഇന്ത്യയിൽ. എന്നാലും ഉത്തരേന്ത്യയിൽ മോദി വാരി വിതറുന്ന വർഗീയ കാടിനെ മറികടക്കാൻ കെട്ടിയുണ്ടാക്കിയ പ്രതിപക്ഷ സഖ്യത്തിന് കഴിയുമോ? പണവും അധികാരവും കയ്യിൽ വെച്ച് BJP ഇപ്പോൾ കളിക്കുന്നതും ഭാവിയിൽ കളിക്കാൻ ഇടയുള്ളതുമായ നീക്കങ്ങളെ ജനാധിപത്യ ഇന്ത്യക്ക് പ്രതിരോധിക്കാൻ കഴിയുമോ? അത്തരം സങ്കീർണതകൾക്കെല്ലാം അപ്പുറം വിശപ്പകറ്റാൻ മോഹിക്കുന്ന മനുഷ്യർ, സമാധാനം കൊതിക്കുന്ന സഹോദരങ്ങൾ ഈ രാജ്യത്തിൻ്റെ വിധി മാറ്റിയെഴുതുമോ? 2014 2019 പൊതു തെരഞ്ഞെടുപ്പ് ഏതൊക്കെ വഴിക്ക് എങ്ങനെ ചലിക്കണം എന്ന് തീരുമാനിച്ചിരുന്നത് മോദിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമാണ്. 2014 അഴിമതിക്കും തൊഴിലില്ലായ്മയ്ക്കുമെതിരെ, വിലക്കയറ്റത്തിനും ഭീകരതയ്ക്കുമെതിരെ രാഷ്ട്രസ്നേഹിയായ വികാസ് പുരുഷൻ എന്നതായിരുന്നു മോദി സൃഷ്ടിച്ച ഇമേജെങ്കിൽ 2019 പാകിസ്ഥാൻ ഭീകരതയ്ക്കെതിരെ മോദിയുടെ സംരക്ഷണം എന്നതായിരുന്നു പ്രധാന പ്രചരണ വാചകം. വിഭജന വിഷവും അതിദേശീയതയും മോദിയുടെ പ്രതിച്ഛായയുമാണ് ഇക്കാലത്തിനിടയ്ക്ക് BJP ഉണ്ടാക്കിയെടുത്ത പ്രതിരോധമില്ലാത്ത വിജയമന്ത്രം. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ മറ്റെല്ലാ ജീവിത പ്രശ്നങ്ങൾക്കും മേലെ വിഭജനത്തിൻ്റെ ആശയത്തെ പ്രതിഷ്ഠിക്കാൻ മോദിക്ക് കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. മോദി അതിനായി കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനും മീതെ ഈ രാജ്യത്തെ മനുഷ്യരുടെ ദൈനംദിന പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സകല പണികളും എടുത്ത 10 ആണ്ട് പൂർത്തിയാകുമ്പോഴും ഇന്ത്യ ഏതെങ്കിലും ഒരു മതത്തിൻ്റേത് മാത്രമല്ലെന്ന് പറയുന്ന 80% പൗരന്മാരെ നാം സർവേകളിൽ കാണുന്നു. രാമക്ഷേത്രം നിർമ്മിച്ചത് നരേന്ദ്രമോദിയുടെ നേട്ടമാണെന്ന് പറയുന്ന അത്രയും തന്നെ ആളുകൾ വിലക്കയറ്റം ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ കോട്ടമാണെന്ന് അഭിപ്രായപ്പെടുന്നു. നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഞെട്ടലുണ്ടാക്കുന്ന പ്രതികരണങ്ങളാണ് ഇവയെല്ലാം. ഒരേ പുകമറ കൊണ്ട് എക്കാലവും അജയ്യനായി തുടരാനാവില്ലെന്ന് മോദിയോട് പറയുന്നുണ്ട് ഈ സാഹചര്യമെങ്കിലും അദ്ദേഹം അതിൽ നിന്ന് ഒന്നുമേ പഠിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, അതേ വിഷസൂചി കൊണ്ട് വീണ്ടും വീണ്ടും ആഴത്തിൽ കുത്താനാണ് ശ്രമിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി നേരിടുന്ന കാൽമണ്ണൊലിപ്പിൻ്റെ കഥ ശരിക്കും മനസ്സിലാകണമെങ്കിൽ രാജ്യത്തെ മാധ്യമങ്ങളുടെ സമീപനത്തിൽ വന്ന മാറ്റങ്ങൾ മാത്രം നിരീക്ഷിച്ചാൽ മതിയാവും. കഴിഞ്ഞ 10 വർഷവും മോദിയുടെ മടിയിലിരുന്ന് അദ്ദേഹം പറയുന്നത് മാത്രം കേട്ട്, അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് മാത്രം ചോദിച്ച്, അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തതെല്ലാം അവഗണിച്ച് അനുസരണയുള്ള അടിമക്കൂട്ടത്തെ പോലെ മുന്നോട്ട് പോയ ദേശീയ മാധ്യമങ്ങൾ പലതും നിലപാട് മാറ്റി തുടങ്ങിയിരിക്കുന്നു. ആദ്യഘട്ടത്തിന് മുന്നേ തന്നെ ഉത്തരേന്ത്യയിൽ BJP നേരിടുന്ന വലിയ വിശ്വാസ്യതാ നഷ്ടത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. മോദിക്കും BJPക്കുമെതിരായ ജനവികാരം പ്രതിഫലിപ്പിക്കുന്ന അഭിപ്രായ സർവേകൾ പലതും സമ്മർദ്ദം മൂലം മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചില്ല എന്ന വിമർശനവും വേറെ. പക്ഷേ തെരഞ്ഞെടുപ്പ് തുടങ്ങിയതോടെ ഉത്തരേന്ത്യയിലെ പ്രധാന ചാനലുകൾ പലതും നിലപാട് മാറ്റി. മോദിയുടെയും അമിത്ഷായുടെയും പ്രസംഗങ്ങൾ
മുഴുവനായി കൊടുക്കുക എന്ന നയം തന്നെ തിരുത്തി. രാഹുലിനും പ്രിയങ്കയ്ക്കുമൊക്കെ അർഹമായ ഇടം കൊടുത്തു തുടങ്ങി. വർഗീയ വികാരം കത്തിക്കാൻ നരേന്ദ്രമോദി പ്രസംഗിക്കുന്ന നുണകളുടെ വാസ്തവം കാഴ്ചക്കാർക്ക് മുന്നിൽ നിരത്തിയത് വർഗീയ വാർത്താവതരണം കൊണ്ട് പേരുകേട്ട ഒരു ടെലിവിഷൻ ആങ്കറാണ്. സീ ന്യൂസ് എന്ന ചാനലിലെ മാറ്റം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. മോദി വാഴ്ത്തുപാട്ട് സംഘം എന്നറിയപ്പെടുന്ന മാധ്യമ സംഘത്തിൻ്റെ നേതാവ് എന്ന് വിളിക്കാവുന്ന ആളായിരുന്നു സീ ന്യൂസിൻ്റെ തലവൻ സുഭാഷ് ചന്ദ്ര. ടീം മോദിയെയും സീ ന്യൂസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ മോദിക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം നടപ്പാക്കുന്ന CEO അഭയ് ഓജയെ അപ്രതീക്ഷിതമായി പുറത്താക്കിയിരിക്കുന്നു സുഭാഷ് ചന്ദ്ര. കൺസൾട്ടിംഗ് എഡിറ്റർ സുഭാഷ് ഭണ്ഡാരിക്കും പദവി പോയി. BJP നേതാക്കളുടെ എല്ലാം പ്രസംഗങ്ങൾ മുഴുവൻ തത്സമയം കാണിക്കേണ്ട എന്ന നിർദ്ദേശവും വാർത്താ സംഘത്തിന് നൽകിയിരിക്കുന്നു മാനേജ്മെൻറ്റ്. കോൺഗ്രസ് വന്നാൽ രാജ്യത്തെ സ്ത്രീകളുടെ താലിമാല വരെ പിടിച്ചെടുത്ത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുമെന്ന് അവരുടെ പത്രികയിൽ പറഞ്ഞിരിക്കുന്നു എന്ന മോദിയുടെ നുണപ്രസംഗം പൊളിക്കാൻ മുന്നോട്ട് വന്നത് ഗോദി മീഡിയയിലെ പ്രധാന ചാനലായ ആജ് തക്കാണ്. ഗാൽക്കോഡിയ സർവകലാശാലയിൽ കോൺഗ്രസ് പ്രകടന പത്രികയ്ക്കെതിരെ വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നു എന്ന മട്ടിൽ പ്രചരിച്ച വീഡിയോയുടെ ഉള്ളു പൊളിച്ചു കാണിച്ചതും ആജ് തക്കാണെന്നത് അത്ഭുതം. ഉത്തരേന്ത്യയിലെ കാറ്റു മാറി വീശുന്നുവെന്ന തിരിച്ചറിവാണോ മാധ്യമ മേലാളന്മാരെ ഇவ்விധം തിരുത്തി ചിന്തിപ്പിക്കുന്നത്? അല്ലാതെ പെട്ടെന്നൊരു ദിവസം മാധ്യമ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഇവർക്കെല്ലാം ബോധോദയം വന്നുവെന്ന് വിചാരിക്കുക വയ്യല്ലോ. പ്രതിപക്ഷ നിരയിലെ ഏറ്റവും ശക്തനും ജനപ്രിയനുമായ നേതാക്കളിൽ ഒരാളാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. തെളിവില്ലാത്ത അഴിമതി കേസിൽ കെജ്രിവാളിനെ അകത്തിട്ട് അവരുടെ സാധ്യതകളെ അടയ്ക്കാമെന്ന് BJP വിചാരിച്ചുവെങ്കിൽ അതും തകിടം മറിയുന്ന കാഴ്ചയാണ് മൂന്നാം ഘട്ടത്തിനു ശേഷം കാണുന്നത്. ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്ന കെജ്രിവാൾ കൂടുതൽ ശക്തനായി BJPക്കെതിരെ ആഞ്ഞടിക്കുന്നു. രാഹുൽ ഗാന്ധിക്കുണ്ടായ മാറ്റവും ശ്രദ്ധിക്കേണ്ടതാണ്. മോദിയെ ഇനി ഒരിക്കൽ കൂടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കില്ലെന്ന് പറയുന്ന രാഹുലിൽ വർദ്ധിച്ച ആത്മവിശ്വാസം പ്രകടം. കഴിഞ്ഞ 10 വർഷക്കാലം അംബാനിയെയും അദാനിയെയും കുറിച്ചുള്ള ഒരു ചോദ്യത്തിനും മറുപടി പറയാതിരുന്ന പ്രധാനമന്ത്രി ഇപ്പോൾ ആ പേരുകൾ പറയുന്നു എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അദാനിയുമായും അംബാനിയുമായും രാഹുൽ ഗാന്ധി സന്ധിയായിരിക്കുന്നു. വലിയ പണം വാങ്ങിയാണ് ഈ കോംപ്രമൈസ് എന്നാണ് മോദി പ്രസംഗിക്കുന്നത്. അദാനിയെയും അയാളുടെ പണത്തെയും കുറിച്ച് മോദി സംസാരിക്കുന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ്. എന്തിനാണ് ഉറ്റ സുഹൃത്തായ അദാനിയെ രാഹുലിന് പണം കൊടുത്തയാൾ എന്ന് വിളിച്ച് മോദി തള്ളിപ്പറയുന്നത്? കാരണം ഒന്നേയുള്ളൂ, അദാനിയോട് മോദിക്കുള്ള സ്നേഹം ജനത്തിനില്ലെന്ന് പ്രധാനമന്ത്രിക്ക് പിടികിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. മോദിയുടെ ഭരണകാലത്ത് പാവപ്പെട്ടവൻ കൂടുതൽ പാവപ്പെട്ടവൻ ആയിക്കൊണ്ടിരിക്കുകയാണെന്നും അംബാനി അദാനിമാർ കൂടുതൽ പണക്കാരായിക്കൊണ്ടിരിക്കുകയാണ് എന്നുമുള്ള യാഥാർത്ഥ്യം ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നമുക്ക് കിട്ടിയത് പാചകവാതക വില വർധനയും നിത്യോപയോഗ സാധനങ്ങളുടെ പൊള്ളും നിരക്കുമൊക്കെ ആയപ്പോൾ വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും അടക്കം കോടാനുകോടികളുടെ ഗുണം കിട്ടിയത് അദാനിക്കാണെന്ന് ജനം വായിച്ചറിഞ്ഞിരിക്കുന്നു. ഇനി ഈ തെരഞ്ഞെടുപ്പ് കാലത്തേക്കെങ്കിലും അദാനിയെ തള്ളിപ്പറയാതെ വേറെ വഴിയില്ലെന്ന് മോദി തിരിച്ചറിയുന്നു. പക്ഷെ അവിടെയും മോദിക്ക് തിരിച്ചടി തന്നെയാണ് വിധി. അംബാനിയും അദാനിയും തനിക്ക് പണം തന്നുവെങ്കിൽ അവരുടെ വീട്ടിലേക്ക് EDയെയോ CBIയെയോ ഒക്കെ അയക്കൂ എന്ന രാഹുൽ ഗാന്ധിയുടെ വെല്ലുവിളിയിൽ മോദി കുടുങ്ങി. അദാനിയുടെ വീട്ടിലേക്ക് ED അയക്കാനും ആത്മഹത്യയാവില്ലേ അതിലും നല്ലതെന്ന് BJP നേതൃത്വത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് അത്തരം പ്രതിസന്ധികളെയെല്ലാം മറികടക്കാൻ മോദിജി ഏറ്റവും മികവ് പ്രകടമാക്കുന്ന ഏരിയ ഏതാണോ അതിൽ അദ്ദേഹത്തെ മേയാൻ വിട്ടിരിക്കുകയാണ് BJP. അതിനാലാണ് മഞ്ഞിന് തീ പിടിപ്പിക്കുന്ന വർഗീയത നമ്മുടെ പ്രചാരണ വഴികളിലൂടെ ഇപ്പോൾ നാറി ഒഴുകുന്നത്. വർഗീയതയുടെ കെട്ടുപൊട്ടിക്കാൻ വ്യാജങ്ങളെയാണ് മോദി പ്രധാനമായും ആശ്രയിക്കുന്നത്. മോദി പറഞ്ഞ വെറും നുണകളും വർഗീയ നുണകളും പെറുക്കിയെടുത്താൽ ഇന്ത്യൻ ജനാധിപത്യം എന്ന ആശയത്തെക്കുറിച്ച് എന്തെങ്കിലും കരുതലുള്ള മനുഷ്യരെല്ലാം ഞെട്ടും. നോക്കൂ, അദാനിയെയും അംബാനിയെയും കുറിച്ച് സംസാരിക്കുന്നത് രാഹുൽ ഗാന്ധി നിർത്തിയെന്നും രാഹുൽ അവരുമായി ഡീലുണ്ടാക്കിയെന്നും മോദി പ്രസംഗിക്കുന്നത് തെലങ്കാനയിലെ കരീംനഗറിലാണ്. അതിലെ വാസ്തവം എന്താണ്? കോൺഗ്രസോ രാഹുൽ ഗാന്ധിയോ ഒരിക്കൽ പോലും അദാനിക്കെതിരെ സംസാരിക്കുന്നത് അവസാനിപ്പിച്ചിട്ടില്ല എന്നു മാത്രമല്ല, മോദിയുടെ ആരോപണത്തിന് ശേഷം അവർ ആ വിഷയം കൂടുതൽ ശക്തമായി ഉന്നയിക്കുകയും ചെയ്യുന്നു. മോദിക്കെതിരെ വോട്ട് ജിഹാദ് ചെയ്യാൻ കോൺഗ്രസ് ഒരു പ്രത്യേക മതവിഭാഗത്തോട് ആഹ്വാനം ചെയ്യുന്നു എന്നതായിരുന്നു മോദിയുടെ മറ്റൊരു വർഗീയ നുണ. ജിഹാദ് പോലെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് ഹിന്ദു ഭൂരിപക്ഷത്തെ ഇളക്കുകയാണ് ലക്ഷ്യം. പക്ഷേ കോൺഗ്രസ് നേതാക്കളുടെ പ്രസംഗങ്ങളിലോ
കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലോ എവിടെയുമില്ലാത്ത ഒരു സംഗതിയാണ് വോട്ട് ജിഹാദ്. അങ്ങനെ ഒന്ന് വ്യാജമായി ഉണ്ടാക്കി വർഗീയത ആളിക്കത്തിച്ച് ആളെ കൂട്ടാനാണ് മോദിയുടെ ശ്രമം. മോദിയെ തോൽപ്പിച്ച് രാമക്ഷേത്രത്തിന് ബാബരി പൂട്ടിടാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്നായി മോദിയുടെ മറ്റൊരു പ്രസംഗം. കശ്മീരിലെ ആർട്ടിക്കിൾ 370 അവർ പുനഃസ്ഥാപിക്കാൻ പോകുന്നുവെന്നും മോദി ആളുകളോട് പറയുന്നു. ദേശീയ ടീമിലേക്ക് കായിക താരങ്ങളെ തെരഞ്ഞെടുക്കുന്നതിൽ പോലും കോൺഗ്രസ് മതം അടിസ്ഥാനമാക്കാൻ പോകുന്നുവെന്ന് പറയാനും മോദി മടിക്കുന്നില്ല. എന്നാൽ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ കശ്മീരിൻ്റെ സവിശേഷാധികാരത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ബാബരി മസ്ജിദിനെക്കുറിച്ചും കോൺഗ്രസ് നേതാക്കളോ അവരുടെ പ്രകടന പത്രികയോ ഒരക്ഷരം ശബ്ദിക്കുന്നില്ല. കായിക മേഖലയെക്കുറിച്ച് പറയുന്നത് എന്താണ്? പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വികലാംഗർക്കും ST പോലെയുള്ള പിന്നാക്ക വിഭാഗങ്ങൾക്കുമിടയിൽ കായിക വിനോദങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് മതിയായ ഫണ്ട് അനുവദിക്കും. പെൺകുട്ടികൾക്കും പട്ടികവർഗക്കാർക്കും കായിക മേഖലയിൽ കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന പരാമർശത്തെയാണ് മോദി വർഗീയതയ്ക്കായി ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ പട്ടികവർഗക്കാരെയൊക്കെ കായിക മേഖലയിലേക്ക് കൊണ്ടുവരുന്ന പ്രയോഗം മോദിക്ക് പിടിച്ചിട്ടുണ്ടാവില്ല. SC STക്കാരുടെയും OBCകളുടെയും സംവരണം മോഷ്ടിച്ച് മുസ്ലിങ്ങൾക്ക് നൽകാൻ കോൺഗ്രസ് പദ്ധതിയിടുന്നുവെന്നാണ് കഴിഞ്ഞ ഏപ്രിൽ 29 മോദി പ്രസംഗിച്ചത്. എന്നാൽ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ മുസ്ലിം സംവരണത്തെക്കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല എന്ന് മാത്രമല്ല, പട്ടികജാതി OBC സംവരണത്തെക്കുറിച്ച് അധികം സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. SC ST OBC എന്നിവർക്കുള്ള സംവരണത്തിൻ്റെ 50% പരിധി ഉയർത്താൻ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുമെന്നാണ് കോൺഗ്രസിൻ്റെ വാഗ്ദാനം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള EWS സംവരണം എല്ലാ ജാതികളിലും വിവേചനമില്ലാതെ നടപ്പാക്കുമെന്നും പാർട്ടി വാഗ്ദാനം ചെയ്യുന്നു. SC ST OBC എന്നിവർക്ക് സംവരണം ചെയ്തിട്ടുള്ള എല്ലാ ബാക്ക്ലോഗ് ഒഴിവുകളും 1 വർഷത്തിനുള്ളിൽ ഞങ്ങൾ നികത്തുമെന്നും കോൺഗ്രസ് പ്രഖ്യാപിക്കുകയാണ്. ഇതിനെയാണ് പൂർണ്ണമായും മറിച്ചിട്ടുകൊണ്ട് മോദി പ്രസംഗിക്കുന്നത്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയ്ക്കോ ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്കോ മോദി ഒരു നിലവാരവും കാണിക്കുന്നില്ല എന്നതാണ് അവസ്ഥ. നുണ പറയാൻ മോദിക്ക് അതൊന്നും ഒരു തടസ്സമാകുന്നില്ല. അതിനിടയ്ക്ക് വേറൊരു തമാശയുള്ളത് NDAയുടെ ഭാഗമായ ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡു മുസ്ലിങ്ങൾക്ക് ക്വാട്ട വാഗ്ദാനം ചെയ്ത് വോട്ട് തേടുന്നുണ്ട് എന്നതുകൂടിയാണ്. രാജസ്ഥാനിലെ ബൻസ്വാരയിൽ പ്രസംഗിക്കുമ്പോഴാണ് സഹോദരിമാരെ നിങ്ങളുടെ കെട്ടുതാലി വരെ പിടിച്ചെടുത്ത് അപ്പുറത്തുള്ളവർക്ക് കൊടുക്കാൻ പോകുന്നുവെന്ന് മോദി പ്രസംഗിച്ചത്. രാജ്യത്തിൻ്റെ വിഭവങ്ങളെല്ലാം കൂടുതൽ കുട്ടികളുള്ള നുഴഞ്ഞുകയറ്റക്കാർക്ക് കൊടുക്കാൻ പോകുന്നുവെന്ന തീപിടിക്കുന്ന വർഗീയത പ്രസംഗിച്ചതും അതേ വേദിയിലാണ്. പക്ഷെ നോക്കൂ, അങ്ങനെ പ്രസംഗിക്കാൻ ആധാരമായതൊന്നും കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഇല്ല എന്നതാണ് ശരി. സമ്പത്തിൻ്റെ പുനർവിതരണത്തെക്കുറിച്ച് കോൺഗ്രസ് പ്രകടന പത്രിക ഒരക്ഷരം പറയുന്നില്ല. എന്നാൽ രാജ്യത്തെ ദരിദ്രർക്കും സമ്പന്നർക്കും ഇടയിലുണ്ടാകുന്ന വലിയ അന്തരത്തെക്കുറിച്ച് അവർ ആഴത്തിൽ മിണ്ടുന്നുണ്ട്. നാട്ടിലെ പണക്കാർ കൂടുതൽ പണക്കാരാവുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാവുകയും ചെയ്യുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ആ അന്തരം കൂടുതൽ വലുതാകുന്നുവെന്ന് കണക്കുകൾ പറയുന്നു. അതായത് സമ്പത്തിൻ്റെ അധിക ഭാഗവും ചെറുവിഭാഗം സമ്പന്നരുടെ കയ്യിലാണ്. അക്കാര്യത്തിൽ സമത്വം സൃഷ്ടിക്കുമെന്ന പ്രഖ്യാപനത്തെയാണ് മോദി ഇങ്ങനെ വളച്ചൊടിക്കുന്നത്. രാജ്യത്തെ സ്വത്ത് മുഴുവൻ അംബാനി അദാനിമാരുടെ കയ്യിൽ കേന്ദ്രീകരിക്കുന്ന ഏർപ്പാടിന് തടയിടും എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിൽ മോദി അസ്വസ്ഥനാകുന്നത് സ്വാഭാവികം. അവിടെ വർഗീയത പ്രയോഗിക്കുകയാണ് മോദി. ഗൗതം അദാനിയുടെ സ്വത്ത് കൂട്ടേണ്ടത്, മുകേഷ് അംബാനിയുടെ സ്വത്ത് കൂട്ടേണ്ടത്, ദരിദ്രനും പണക്കാരനും തമ്മിലുള്ള അന്തരം കൂട്ടേണ്ടത് സാധാരണ ഹിന്ദുവിൻ്റെ ഉത്തരവാദിത്തമാണോ? ആണെന്നാണ് മോദി പറയുന്നത്. ഒരു ദശാബ്ദം മുഴുവൻ നാട് ഭരിച്ചിട്ടും പിന്നെയും വോട്ട് കിട്ടാൻ ജനങ്ങളെ മതപരമായി ഭിന്നിപ്പിക്കണം എന്ന ഗതികേട് ഒരു ഭരണാധികാരിക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ സ്പർശിക്കുന്നതൊന്നും 10 ആണ്ടിനിടെ ചെയ്തു കൂട്ടിയിട്ടില്ല എന്നതാണ് ആ ഗതികേടിന് ആധാരം. പരമത വിദ്വേഷത്തിൻ്റെയും അതിൻ്റെ ഉലയിലൂതിയെടുത്ത അതിദേശീയതയുടെയും പുകമറ കൊണ്ട് എത്ര കാലം ഒരു ഭരണാധികാരിക്ക് മുന്നോട്ട് പോകാൻ കഴിയും? ഒരേ ഒരു രാജാവ് എന്ന അതിമോഹത്തെ എത്ര കാലം ഈ ജനാധിപത്യ രാജ്യം വെച്ചു പൊറുപ്പിക്കും? EDയും CBIയും എല്ലാം ഒരു കൂട്ടരെ മാത്രം വേട്ടയാടുകയും BJPയും കൂട്ടുകാരും പണമെല്ലാം വാരിക്കൂട്ടുകയും ചെയ്യുന്നത് എത്ര കാലം ഈ നാട്ടിലെ പാവപ്പെട്ടവൻ കണ്ടു നിൽക്കും? വർഷം 2 കോടി തൊഴിൽ തരാമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയവർ ഉള്ള തൊഴിൽ കൂടി ഇല്ലാതാക്കുന്ന വിധം ഭരിക്കുന്നത് കാണുമ്പോൾ ജനത്തിന് അതെത്ര സഹിക്കും? എങ്ങനെ നോക്കിയാലും ഏതർത്ഥത്തിലും അതിപ്രധാനമായൊരു തെരഞ്ഞെടുപ്പിനെയാണ് ഇന്ത്യ അഭിമുഖീകരിക്കുന്നത്. ജനാധിപത്യം, സഹവർത്തിത്വം, മതനിരപേക്ഷത, തുല്യാവകാശം തുടങ്ങിയ മൂല്യങ്ങളാൽ
നാം നിർമ്മിച്ചെടുത്ത ഈ രാജ്യത്തിന് അങ്ങനെ ഒരു മുന്നോട്ട് പോക്കിനി വേണ്ട എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സംഘം തുടരണമോ എന്ന് തീരുമാനിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പാണിത്. പ്രതിപക്ഷത്തെ ആകെ വേട്ടയാടി ഇല്ലാതാക്കി പണം കൊണ്ടും പ്രിവിലേജ് കൊണ്ടും മത്സരിക്കാൻ ഞങ്ങൾ മാത്രം മതിയെന്ന് ഒരു ഭരണകൂടം ഏകപക്ഷീയമായി തീരുമാനിച്ച തെരഞ്ഞെടുപ്പാണിത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന പ്രത്യാശാ ഗോപുരം അങ്ങേയറ്റം നിരാശാജനകമായ പക്ഷപാത സമീപനം സ്വീകരിക്കുന്ന വോട്ടുകാലമാണിത്. പെരുമാറ്റച്ചട്ടമെന്ന സംഗതി ലോകത്തെ തന്നെ ഏറ്റവും വലിയ തമാശയായി മൂലയ്ക്കൊതുങ്ങിയ കാലം. ആളെ കൂട്ടാൻ ആർക്കും എന്ത് വർഗീയതയും പറയാം, ഒരു നടപടിയും ഉണ്ടാകില്ലെന്നുള്ള ഉറപ്പാണ് കമ്മീഷൻ ഇന്ന് മുന്നോട്ട് വയ്ക്കുന്നത്. സുപ്രീം കോടതി ജഡ്ജിക്ക് തുല്യമായ പദവിയുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാരെ കേന്ദ്ര സെക്രട്ടറിമാർക്ക് തത്തുല്യമായ പദവിയിലേക്ക് തരം താഴ്ത്തി ഭരണകൂടത്തിൻ്റെ വിളക്കെടുപ്പുകാരാക്കി മാറ്റിയതിൻ്റെ ദുരന്തം. 2019 മോദി നടത്തിയ അതിക്രിയകളെ എങ്ങനെ കണ്ടില്ലെന്ന് നടിച്ചുവോ അതിൻ്റെ ആവർത്തനം ഇത്തവണ നാം കാണുന്നു. പെരുമാറ്റച്ചട്ടത്തിൽ മാത്രമല്ല, തീയതി പ്രഖ്യാപനത്തിലും കണക്കുകൾ പുറത്തുവിടുന്നതിലും വോട്ടിംഗ് യന്ത്രത്തിലുമെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തീരുമാനങ്ങളിൽ ഇത്രയധികം അവിശ്വാസമുണ്ടായ കാലം വേറെ ഉണ്ടാവില്ല. അഴിമതിക്കെതിരായ മോദിയുടെ പോരാട്ടത്തിൽ ജനങ്ങൾക്ക് അവിശ്വാസമുണ്ടായി എന്നതുകൂടി പ്രധാന കാര്യമായി പറയണം. അധികാരത്തിലേറിയാൽ വിദേശത്തെ കള്ളപ്പണമെല്ലാം തിരിച്ചെത്തിക്കുമെന്നും അങ്ങനെ എത്തിച്ചാൽ ഓരോ ഇന്ത്യക്കാരൻ്റെയും പോക്കറ്റിലേക്ക് 15 ലക്ഷം രൂപ വീതമെങ്കിലും വെച്ചു തരാനുണ്ടാകുമെന്നും പറഞ്ഞയാളാണ് മോദി. എന്നാൽ വിദേശത്തെ കള്ളപ്പണമൊന്നും തിരിച്ചു പിടിക്കാനായില്ലെന്ന് മാത്രമല്ല, കള്ളപ്പണത്തിൻ്റെ കണക്ക് പോലും വെളിച്ചം കണ്ടില്ല. അദാനി വിദേശത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന കള്ളപ്പണം എത്ര, ഷെൽ കമ്പനികൾ വഴി ഇന്ത്യയിലേക്ക് കുത്തിയൊഴുക്കുന്ന കാശെത്ര എന്ന ചോദ്യത്തിന് ഇപ്പോഴും മോദിക്ക് മൗനമാണ് മറുപടി. അതുമാത്രമല്ല, 5 വർഷം മോദി സർക്കാർ ഒളിച്ചു നടത്തിയ ഇലക്ട്രൽ ബോണ്ട് എന്ന ഏർപ്പാട് നിയമവിരുദ്ധമെന്ന് കണ്ടെത്തി സുപ്രീം കോടതി പൂട്ടിടുമ്പോൾ പുറത്തു വന്നത് ഭരണകൂടം നടപ്പിലാക്കിയ ഗൂണ്ടാ പിരിവിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളും കണക്കുകളുമാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ബോണ്ടുകൾ വഴി കിട്ടിയ കോടാനുകോടികൾ എത്രയെന്ന് മാത്രമല്ല, അത് ആരൊക്കെ നൽകിയവരുടെ ഉദ്ദേശങ്ങൾ എന്തായിരുന്നു, അവർക്കെല്ലാം എന്തൊക്കെ പകരം കിട്ടിയെന്നതെല്ലാം ഇന്ന് നമ്മെ പിടിച്ചുകുലുക്കുന്ന വിവരങ്ങളായി പുറത്തു വന്നു കഴിഞ്ഞു. കഴിഞ്ഞ 60 ആണ്ട് കോൺഗ്രസ് സർക്കാരുകൾ നടത്തിയ അഴിമതിക്കെതിരെ കർക്കശമായ നടപടി സ്വീകരിക്കാൻ വന്ന പ്രവാചകൻ താനാണ് എന്ന് അവകാശപ്പെടുന്ന മോദി ഇലക്ട്രൽ ബോണ്ട് വഴി മാത്രം വാരിക്കൂട്ടിയത് 7000 കോടിയിലധികം രൂപയാണെന്ന് കണക്കുകൾ തെളിച്ചു പറയുന്നു. ആരാണ് മോദിക്ക് ഇത്രയധികം പണം കൊടുത്ത ധനികർ? എങ്ങനെയാണ് ഓരോരുത്തരിൽ നിന്നും ഇത്രയധികം പണം മോദിയുടെ പാർട്ടി മാത്രം വാരിക്കൂട്ടിയത്? 2019 തെരഞ്ഞെടുപ്പിന് മുൻപ് മാത്രം BJPക്ക് കിട്ടിയത് 4000 കോടിയോളം രൂപ എന്ന് വെച്ചാൽ SBI ശാഖകളിൽ നിന്ന് അന്ന് വിറ്റുപോയ ഇലക്ട്രൽ ബോണ്ടുകളുടെ 75% BJPക്ക് പണം നൽകാനുള്ളവ മാത്രമായിരുന്നു. ബോണ്ടിൻ്റെ വിവരങ്ങൾ മാത്രം മനസ്സിലാക്കുന്ന ഒരു പൗരന് മോദിയുടെ വാചാടോപങ്ങളിലെ പൊള്ളത്തരം വളരെ പെട്ടെന്ന് മനസ്സിലാകും. ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാനാണ് സകലതിനും മീതെ വർഗീയത കൊണ്ടുവന്ന് മൂടാൻ മോദി ശ്രമിക്കുന്നത്. എന്നാലും എല്ലാറ്റിനും ഉണ്ടാവില്ലേ ഒരു പരിധി. വർഗീയതയ്ക്കിടമില്ലാത്ത സഹജീവി സ്നേഹത്തിനും ബഹുസ്വര പുരോഗതിക്കും വില കൽപ്പിക്കുന്ന ഒരു ലോകം വരുമെന്ന് പ്രതീക്ഷിക്കാം. പരസ്പരം വെറുപ്പ് മാത്രം ചിന്തിച്ചാൽ ഇരുട്ടല്ലാതെ വെളിച്ചമൊന്നും ബാക്കിയുണ്ടാവില്ലെന്ന്, സമാധാനമില്ലാത്തിടത്ത് വളർച്ചയും പുരോഗതിയും ഉണ്ടാകില്ലെന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷം ഉണ്ടാവില്ലേ ഏത് സമൂഹത്തിനും? മോദി ആ വെളിച്ചത്തെ ഭയന്നു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ജനാധിപത്യവും സമജീവിതാശയവും പച്ചപിടിക്കുന്ന ഒരു സമൂഹത്തെ പുനഃസൃഷ്ടിക്കുന്ന വിധിയെഴുതാൻ ഇന്ത്യക്ക് കഴിയട്ടെ എന്ന് ആശിക്കാം. നിലപാട് പൂർണ്ണമാകുന്നു. നന്ദി.